നമസ്കാരം. മുത്താരംകുന്ന് പിയോ എന്ന് പറയുന്ന സിനിമയിലെ ജഗതിയുടെ കഥാപാത്രം പരിക്ക് പറ്റി പഞ്ചറായിട്ട് ഇങ്ങനെ എങ്ങോട്ടെന്നറിയാതെ പോകുന്ന കാഴ്ചയാണ്. ഈ കാഴ്ച ഇന്ന് ഓർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇറാൻ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച ട്രംപിൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞയച്ച, ഇറാനെ കീഴടക്കാൻ പറഞ്ഞയച്ച USSR എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിൻ്റെ ഇന്നത്തെ പോക്ക് കണ്ടപ്പോഴാണ്. കപ്പലെത്തുന്നതോടുകൂടി ഇറാൻ കീഴടങ്ങും, പണ്ടാരടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയച്ചാണ്. 5000 ആൾക്കാരെയും പാക്ക് ചെയ്തിട്ടൊരു കപ്പൽ. അവിടുന്ന് അന്തർവാഹിനിയാണ്, അവിടുന്ന് ഭയങ്കരമായ ആയുധങ്ങളൊക്കെ വിട്ട് ഇറാനെ തീർക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ കപ്പൽ പിൻവലിക്കുകയാണ് അമേരിക്ക. ഇപ്പോൾ ഈ കപ്പൽ എങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ അമേരിക്കയിലേക്ക് തന്നെ പോകണോ, വഴിയിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പണ്ടാരടങ്ങി തിരിച്ചു വരുന്ന കാഴ്ച കണ്ടപ്പോൾ ഞാൻ ജഗതിയുടെ ഈ വരവിനെയാണ് ഓർത്തത്. അതുമാത്രമല്ല, ഈ കപ്പലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ട്രംപ് ഏകദേശം ഈ മട്ടിൽ തന്നെയാണ് യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചിട്ട്. നിലവിലെ അവസ്ഥയിൽ ഒരു 3 അപ്ഡേറ്റുകളുണ്ട്. 3ഉം ട്രംപിൻ്റെ ഗതികെട്ട അവസ്ഥ വ്യക്തമാക്കുന്നതാണ്. എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. ഏറ്റവും ഒടുവിലത്തെ 3 വാർത്തകളുമായിട്ടാണ്, വിശകലനങ്ങളായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നത്. ഒന്നാമത്തേത് ഈ ട്രംപിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയുടെ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന ഈ കപ്പലിൻ്റെ കഥ തന്നെയാണ്. പടക്കിറക്കിയ കപ്പൽ പടപിടിച്ച് മടക്കിയ കഥ. USS എബ്രഹാം ലിങ്കൺ. മാധ്യമ റിപ്പോർട്ടുകളിലെ വീരശൂര പരാക്രമികളായ സൈനികരുടെയും വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ ചെയ്യാൻ പോകുന്ന വീരകൃത്യങ്ങളുടെയും കഥ എത്ര നമ്മൾ കേട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇറാനെ നിരപ്പാക്കാൻ ഇതാ കടലിൽ നിന്നൊരു പടക്കപ്പൽ എന്ന് പറഞ്ഞ് USS അനുകൂല മാധ്യമ നറേറ്റീവിനായി ആ പടക്കപ്പലിൻ്റെ അകത്ത് എന്തൊക്കെയാണ് 5000 സൈനികർ എങ്ങനെയുള്ള വീരശൂരന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥയാണ്. തിരിച്ചു വരുമ്പോൾ സങ്കടമുണ്ട്, പക്ഷേ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒടുവിൽ വരുന്ന വാർത്ത ആൻറ്റി ക്ലൈമാക്സിൻ്റേതാണ്. എബ്രഹാം ലിങ്കൺ മടങ്ങുകയാണ്. 2025 നവംബർ 21 മുതൽ തുടർച്ചയായ ദീർഘകാല വിന്യാസത്തിലായിരുന്ന കപ്പൽ 266 ദിവസത്തിലേറെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ച് പേടിപ്പിക്കൽ തന്നെ, വേറെ പ്രവർത്തനമൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് ഏകദേശം 5000 സൈനികരും നാവികരും അടങ്ങുന്ന സംഘം ഇപ്പോൾ ഈ വിമാനവാഹി കപ്പലിനെ തിരിച്ചെത്തിച്ച് USS ജോർജ് വാഷിങ്ടൺ എന്ന മറ്റൊരു വിമാനവാഹിനി ഉപയോഗിച്ച് പകരം സംവിധാനം ഒരുക്കാനാണ് ആലോചിക്കുന്നതെന്നാണ് US ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. എന്നാൽ സ്ഥിതി എന്താണ്? എബ്രഹാം ലിങ്കണിലെ ജീവനക്കാർ കടലിൽ ചാടി മരിക്കേണ്ട അവസ്ഥയാണ് എന്നും പറഞ്ഞ് സൈനികരുടെ ബന്ധുക്കളടക്കം US കഴിഞ്ഞ ദിവസം പ്രതിഷേധമുയർത്തിയതും യുദ്ധത്തിൽ ഇനിയും മുന്നോട്ട് പോയാൽ US ചരിത്രത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നതൊക്കെയുള്ള തിരിച്ചറിവിനെ തുടർന്നാണ് പിന്മാറ്റം എന്നാണ് റിപ്പോർട്ട്. അത് സംബന്ധിച്ച് നമ്മൾ വിശദമായൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അമേരിക്കയിൽ ട്രംപിനെതിരെ സൈനികരുടെ ജീവിതത്തെ സംബന്ധിച്ച് അവരുടെ കുടുംബാംഗങ്ങളുടെ ആകുലത. ഒരു സൈനികൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അയച്ച മെസ്സേജ് വലിയ വിവാദമായിരുന്നു. ഇതാ ഞാനിപ്പോൾ നാളെ എണീക്കുമെന്ന് അറിയില്ല, ഇവിടെ ഭീകരാവസ്ഥയാണെന്ന്. മറ്റൊരാൾ പറഞ്ഞു ഇപ്പം ഞാൻ കടലിലേക്ക് ചാവുന്ന അവസ്ഥയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഭക്ഷണം, വസ്ത്രം, ഒപ്പം ഈ കടലിലല്ലേ കപ്പലിനകത്ത് എത്ര ദിവസം എന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഒരു കൊല്ലാവാൻ അധികം ദിവസമില്ല, 100-100 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു കൊല്ലായി. 266 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അത് കപ്പലിൽ കടലിൻ്റെ നടുക്ക്. അത് ജോലിയിലെ ഭാഗമായി മറ്റ് ചരക്ക് കൈമാറ്റ കപ്പലിലൊന്നുമല്ല, യുദ്ധം ചെയ്യാൻ പോയതാണ്. യുദ്ധം ചെയ്യാൻ അവിടെ 24 മണിക്കൂറും സന്നദ്ധരായിട്ട് ഇരിക്കണം. എന്നിട്ട് യുദ്ധം ചെയ്തിട്ട് അവരെ കീഴടക്കുന്നുണ്ടോ ഇല്ല, അതിലും അനിശ്ചിതത്വമാണ്. അങ്ങനെ ഒരു വിമാനവാഹിനി കപ്പൽ ഇത്രയും നീണ്ടകാലം യുദ്ധമേഖലയിൽ തുടർച്ചയായി പ്രവർത്തിക്കുന്നത് സൈനികർക്കും കപ്പലിൻ്റെ മറ്റ് ലോജിസ്റ്റിക് സംവിധാനങ്ങൾക്കും വലിയ പ്രശ്നമുണ്ടാക്കി, സമ്മർദ്ദമുണ്ടാക്കി. സൈനികർ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ കോൺഗ്രസിലെ ചില അംഗങ്ങൾ കൂടുതൽ പരിശോധനയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം എന്ന് പറഞ്ഞ് ട്രംപ് ഈ മനുഷ്യരെയൊക്കെ വെച്ച് എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന്. സാധാരണ അമേരിക്കൻ സൈനികർ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിനൊക്കെ ജീവനെല്ലാം വലിയ വിലയാണ് കൽപ്പിക്കാറുള്ളത്. എന്നാൽ ഇറാനിൽ പോയിട്ട് ആകപ്പാട് അലമ്പായി പോയി. മറ്റിടങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല അനുഭവം. ഇവിടെ ആകെ അലമ്പായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ട്രംപിൻ്റെ പിന്തുണ തന്നെ വലിയ തോതിൽ ഇടിഞ്ഞു പോവുകയാണ്. ഈ സമയം ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ട് നേവി സെക്രട്ടറി ഹ്യൂജ് കോ രംഗത്തെത്തിയത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ചെറിയ തോതിൽ മാനസിക ശാരീരിക പ്രശ്നങ്ങൾ സൈനികർക്കുണ്ടായിരുന്നു എങ്കിലും ആരും മരിച്ചിട്ടില്ല, കപ്പലുടൻ തിരിച്ചെത്തും എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എബ്രഹാം ലിങ്കൺ കടലിൽ വിന്യസിച്ചത് ദീർഘകാല യുദ്ധ പദ്ധതിയും ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പലിൻ്റെ മടക്കം ഒരു സാധാരണ മടക്കം മാത്രമാണോ, അതോ അമേരിക്കൻ സൈനിക വിഭവങ്ങളുടെ അമിത ഉപയോഗം പുറത്തു കൊണ്ടുവരുന്ന സംഭവമാണോ എന്ന ചർച്ചയും വരുന്നുണ്ട്. യുദ്ധത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഇതുവരെ നേടിയെടുത്തിട്ടില്ല. ഇറാൻ കീഴടങ്ങിയിട്ടില്ല, ഇറാനിൽ റെജിം ചേഞ്ച് ഉണ്ടായിട്ടില്ല, ഹോർമുസ് അമേരിക്കയുടെ നിയന്ത്രണത്തിലായിട്ടില്ല. അതാണെങ്കിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ പ്രത്യേകതരം പ്രശ്നമാണ്. ഹോർമുസ് ഇറാൻ കൈകാര്യം ചെയ്ത് ആളുകളെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിലേക്ക് അമേരിക്കയുടെ സമ്മർദ്ദം മാറ്റിയ സാഹചര്യം. അതിൻ്റെ തുടർച്ചയായിട്ട് ലോകത്താകെ എണ്ണ വിപണിയിൽ തന്നെ പ്രതിസന്ധിയുടെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന മട്ടിലായി. എന്നാൽ ഇതൊന്നും നടപ്പായില്ല. സ്ഥിരമായ വെടിനിർത്തലും പ്രഖ്യാപിച്ചിട്ടില്ല. സമാധാന
സമാധാന ചർച്ച നടക്കുന്നേ ഉള്ളൂ. അനിശ്ചിതമായ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് ട്രംപിൻ്റെയും അമേരിക്കയുടെയും വെല്ലുവിളികളുടെയും വീമ്പളക്കലിൻ്റെയും വൻ തിരിച്ചടിയുടെ അടയാളമാവുകയാണ് USS എബ്രഹാം ലിങ്കണിൻ്റെ മടക്കം. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് നമ്മൾ രണ്ടാമതായി കാണേണ്ട കാര്യം. അതായത് USS എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പിൻവലിക്കുമ്പോൾ അവിടേക്ക് പകരം നിയോഗിക്കപ്പെടും എന്ന് US തന്നെ പറഞ്ഞിരിക്കുന്നത് USS ജോർജ് വാഷിങ്ടൺ എന്ന പടക്കപ്പലാണ്. അന്തർവാഹിനിയും വമ്പൻ കപ്പലൊക്കെയാണ്. ജോർജ് വാഷിങ്ടൺ എന്ന കപ്പൽ US ഇത്രയും കാലം പറഞ്ഞിരുന്നത് പോലെ മറ്റൊരിടത്തായിരുന്നു. എന്തായിരുന്നു? അമേരിക്ക ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലാണ് അത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നത്. പടിഞ്ഞാറൻ പസഫിക്കിൽ ചൈനയുടെ വെല്ലുവിളിയെ പ്രതിരോധിക്കാനാണ് എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ അവിടെ നിന്ന് USS ജോർജ് വാഷിങ്ടൺ പിൻവലിക്കുമ്പോൾ ചൈന ആ ഗ്യാപ്പ് ഉപയോഗിക്കുമോ എന്ന് ആശങ്കയും ഉയർത്തുന്നുണ്ട് US-നകത്ത്. ചൈനീസ് ഭീഷണി എന്ന വാദം ഉയർത്തി സൗത്ത് കൊറിയ, ജപ്പാൻ, തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്നാണ് US വാദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ജോർജ് വാഷിങ്ടണിനെ അവിടെ നിന്ന് പിൻവലിക്കുമ്പോൾ ആ സുരക്ഷിതത്വ വാഗ്ദാനം ഇല്ലാതാവുകയാണല്ലോ. അവിടെ ഇപ്പം പിന്നെ വേറെ യുദ്ധഭീഷണിയെ നേരിടാൻ എന്ത് ചെയ്യും? അമേരിക്ക അവിടെ ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി പോയതെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അവിടെ ഷീ ജിൻപിങ്ങിൻ്റെ ചൈനയിൽ നിന്ന് രക്ഷിക്കാൻ, ഇനിയിപ്പോൾ തെക്കൻ കൊറിയയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടി വന്നാൽ അവിടെ ആ ഏരിയയിൽ നിന്ന് ഇത് ഉപയോഗിക്കാം. നോർത്ത് കൊറിയ മറ്റൊരു രീതിയിൽ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അതും ഉപയോഗിക്കാം. അങ്ങനെ മൊത്തത്തിൽ തായ്വാനിലെ ചൈനയുടെ ഭീഷണിയെ പ്രതിരോധിക്കാം. അങ്ങനെ ആ കപ്പൽ അവിടെ എത്തി കംപ്ലീറ്റ് ലോകത്തിൻ്റെ ആ ഭാഗത്തെ നിയന്ത്രിക്കാമെന്ന് പറഞ്ഞിട്ടാണ് US അവിടെ വെച്ചിരുന്നത്. എന്നാൽ ഈ അവിടുന്ന് പെട്ടെന്നൊരു നിമിഷം ഇറാൻ്റെ ഈ പ്രശ്നത്തെ മറികടക്കാൻ അങ്ങോട്ട് പിൻവലിക്കുമ്പോൾ അവിടെ പകരം സംവിധാനമൊന്നുമില്ല. അപ്പോൾ US-ന് മേൽ വിശ്വാസം അർപ്പിച്ച ഈ 3 രാജ്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം എന്ത് ചെയ്യും? ഇറാനിൽ അമേരിക്കയുടെ ഈ സൈനിക ശേഷി വിന്യസിക്കുമ്പോൾ ചൈനക്കത് നയതന്ത്രപരമായ സാധ്യതയും തുറക്കും. US-ൻ്റെ വിശ്വാസ്യത ഒരു പ്രശ്നം, രണ്ടാമത്തേത് നയതന്ത്രപരമായി ചൈനയ്ക്കും ഗുണമുണ്ടാകും. ഇത് റഷ്യയും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാൻ ഉപയോഗിക്കുന്ന സാഹചര്യം രൂപപ്പെടുത്തിയിട്ടുണ്ട്. എബ്രഹാം ലിങ്കണിൻ്റെ കടൽമാറ്റം ഇറാൻ യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനപ്പുറത്ത് പുതിയ പ്രതിസന്ധി അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. സമഗ്ര അർത്ഥത്തിൽ US വലിയ 3 കുരുക്കിലേക്കാണ് ഇതോടുകൂടി പെടുന്നത്. ഒന്ന്, ഇറാൻ മിഡിൽ ഈസ്റ്റിൽ US-നെ പിടിച്ചു നിർത്തുന്നുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ എബ്രഹാം ലിങ്കൺ മടങ്ങി വാഷിങ്ടൺ കപ്പൽ അങ്ങോട്ട് പോകുന്നു. 2, ചൈന പടിഞ്ഞാറൻ പസഫിക്കിൽ US-നെ പരീക്ഷിക്കുന്നു. അവിടുത്തെ പരീക്ഷണത്തെ അവശേഷിപ്പിച്ചുകൊണ്ട് അവിടെ ഉള്ളൊരു കപ്പലിനെ മാറ്റുകയാണ്. 3, റഷ്യ യുക്രൈൻ യുദ്ധത്തിലടക്കം US-നെ സമ്മർദ്ദത്തിലാക്കുന്നു. മാത്രമല്ല US-ൻ്റെ ഈ അനിശ്ചിതാവസ്ഥ തിരിച്ചറിഞ്ഞ് റഷ്യ വലിയ നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടും ഒടുവിൽ പുറത്തു വരുന്നുണ്ട്. നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വലിയ പദ്ധതികൾ റഷ്യ തയ്യാറാക്കിയെന്നാണ് റിപ്പോർട്ട്. ഇറാൻ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ നാറ്റോ രാജ്യങ്ങളിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും വലിയ ആഭ്യന്തര വിയോജിപ്പുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. നെതന്യാഹുവിനെ വളരെ വലിയ തോതിൽ ഇത്രയും കാലം സ്വീകരിച്ചുകൊണ്ടിരുന്ന ആളുകൾ തന്നെ തള്ളിപ്പറയേണ്ട സാഹചര്യം. ബ്രിട്ടൻ അടക്കം രംഗത്തെത്തി. ഈ അവസ്ഥയെ പരമാവധി ഉപയോഗിക്കുക എന്നതാണ് പുടിൻ ലക്ഷ്യമിടുന്നത്. ബ്രിട്ടനുമായുള്ള നെതന്യാഹുവിൻ്റെ സംഘർഷത്തെക്കുറിച്ച് നമ്മൾ ഇതിന് പിന്നാലെ മറ്റൊരു വീഡിയോ വിശദമായി ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനെല്ലാം എരിവ് പകരും വിധം നീക്കം നടത്തുക, യുക്രൈൻ യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നതൊക്കെ റഷ്യയെ സംബന്ധിച്ച് പ്രധാനമാണ്. ഒപ്പം മാൾഡോവയെ മുൻനിർത്തി മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിനും റഷ്യ മുന്നിട്ടിറങ്ങുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാറ്റോ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ. US നാറ്റോയുടെ കാര്യത്തിൽ ഇടപെടൽ ഉടൻ അടിയന്തര പ്രാധാന്യത്തോടെ നടത്തുകയുമില്ല. ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ തന്നെ പല നാറ്റോ രാജ്യങ്ങളുമായി ട്രംപിന് അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ട്രംപിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. നാറ്റോയോട് ട്രംപിന് വലിയ താല്പര്യമല്ല, നീരസം തന്നെ അടുത്ത കാലത്ത് പ്രകടിപ്പിച്ചതും ഈ സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ പടിഞ്ഞാറൻ പസഫിക്കിലെ പിന്മാറ്റവും കൂടി ആയതോടെ സൗത്ത് കൊറിയ, ജപ്പാൻ, തായ്വാൻ രാജ്യങ്ങളുടെ കാര്യത്തിലും ആശങ്ക രൂപപ്പെടുകയാണ്. അവിടെ ചൈനയെ ഭൂലോക ശത്രുവാക്കി ചിത്രീകരിച്ച് ട്രംപ് നടത്തിയ നീക്കങ്ങളൊന്നും വലിയ കാര്യമില്ല എന്ന് വ്യക്തമാക്കും വിധമാണ് പുല്ലുപോലെ USS ജോർജ് വാഷിങ്ടൺ കപ്പൽ പിൻവലിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ എന്ത് ചെയ്യും? അവിടെ ചൈന ഇത് ആക്രമിച്ചോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. അവിടെ ഒരു കഥ, അവിടെ ട്രംപ് ബിൽഡ് ചെയ്തൊരു കഥ അവിടെ ഉണ്ട്, ചൈനീസ് ഭീഷണി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് അവിടെ പ്രതിരോധിക്കാൻ വേണ്ടി മറ്റു ഒരുപാട് രാജ്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അവിടെ തമ്പടിച്ച് ഒരു കപ്പലിന് അവിടെ വെച്ചിരുന്നതാണ്. അത് പിൻവലിക്കുകയാണ്. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും അതിനുശേഷം ഉണ്ടാവുന്നില്ല. അങ്ങനെ പിൻവലിക്കുമ്പോൾ അമേരിക്കക്ക് അറിയാം അതൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല. തൽക്കാലം ഇപ്പുറത്ത് ഈ ഭീതിയുമായി ബന്ധപ്പെടുത്തി അവിടെ ചിത്രീകരിക്കാൻ ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റുകയാണ്. അവിടെ യാഥാർത്ഥ്യമാണ്, ഇറാനെ അങ്ങോട്ട് ആക്രമിക്കാൻ തിരിച്ചടി നേരിടേണ്ടി വരും. അപ്പോൾ പിന്നെ അവിടെ എന്തായാലും USS വാഷിങ്ടൺ ഒരു ധൈര്യത്തിന് വേണം. അങ്ങനെ പകരം സംവിധാനം ഒരുക്കാതെ ആ കപ്പൽ അവിടെ നിന്ന് പിൻവലിക്കുന്ന സാഹചര്യം പ്രധാനമാണ്. ചുരുക്കത്തിൽ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം സൈനിക ശക്തി നൽകാമെന്ന് പറഞ്ഞ് പാട്ടിലാക്കി യുദ്ധക്കെടുതികളിലേക്ക് തള്ളിവിട്ട് US ചതിക്കുകയാണ് എന്ന നിരീക്ഷണം ഇതോടെ ശക്തമാകും. മുമ്പ് പലരും ഉയർത്തിയ കാര്യം തന്നെ. ഇറാൻ യുദ്ധത്തിൽ GCC രാജ്യങ്ങളിലെ വ്യോമത്താവളങ്ങളിൽ നടന്നത് നമ്മൾ കണ്ടതാണ്. ഒടുക്കം US താവളങ്ങളുള്ള രാജ്യങ്ങളെല്ലാം യുദ്ധസമ്മർദ്ദത്തിലായി. ഇപ്പോൾ സൗത്ത് കൊറിയയും ജപ്പാനും തായ്വാനുമെല്ലാം ഈ തിരിച്ചറിവിലേക്ക് എത്തുമെന്നത് അമേരിക്കയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. അതിനിടെ ഈ പിന്മാറ്റങ്ങളും തിരിച്ചടികളും എല്ലാം മറികടക്കാൻ ട്രംപ് ഉയർത്തിയ ബഡായിയാണ് മറ്റൊരു ചർച്ച.
ചർച്ച. അതാണ് മൂന്നാമതായി നമ്മൾ ഈ വീഡിയോയിലേക്ക് പരിശോധിക്കുന്നത്. യുദ്ധത്തിൽ എങ്ങുമെത്താതെ US ഇരിക്കുമ്പോൾ ഹോർമുസ് അമേരിക്കൻ ഭൂപ്രദേശമായി പ്രഖ്യാപിക്കും എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 14 ന്യൂയോർക്കിലെ നസാവു കൗണ്ടിയിൽ നടന്ന ഒരു റാലിയിൽ ആണ് ട്രംപിന്റെ ബടായി. ഇറാനെ പരാജയപ്പെടുത്തിയ ശേഷം വളരെ പെട്ടെന്ന് ഹോർമുസ് കടലിടുക്കിനെ അമേരിക്കയുടെ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഏത് ഇറാനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഹോർമുസിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്നും അമേരിക്കയുടെ അനുമതിയില്ലാതെ കപ്പലുകൾക്ക് കടന്നു പോകാനാകില്ലെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അപ്പോൾ ഇപ്പം നടക്കുന്നതൊക്കെ എന്താ? എന്നാൽ ട്രംപിൻ്റേത് വെറും വീമ്പ് പറച്ചിൽ മാത്രമാണെന്ന് ഇറാൻ തിരിച്ചടിച്ചു. ഇറാൻ ഉപവിദേശകാര്യമന്ത്രി ഖാസെം ഗരീബാബാദി എന്താണ് പറഞ്ഞത്? ഹോർമുസ് ഇറാൻ്റേതായിരുന്നു, ഇപ്പോഴും ഇറാൻ്റേതാണ്, ഇനിയും ഇറാൻ്റേതായിരിക്കും. ഒരു ട്വീറ്റ് എഴുതിയതുകൊണ്ടോ ഉത്തരവ് പുറപ്പെടുവിച്ചതുകൊണ്ടോ ഒരു വിമാനവാഹിനി കപ്പൽ അങ്ങോട്ടേക്ക് അയച്ചതുകൊണ്ടോ ഹോർമുസ് പിടിച്ചെടുക്കാനാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കടലിടുക്ക് അടയ്ക്കുന്നതും തുറക്കുന്നതും ഇറാൻ്റെ തീരുമാനപ്രകാരമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ സമാന്തരമായി ഹോർമുസിൻ്റെ നിയന്ത്രണം ലേശം സംയുക്തമായി വേണം എന്നെല്ലാം പറഞ്ഞ് അപ്പുറത്ത് ട്രംപ് ചർച്ചയും നടത്തുന്നുണ്ട്, സമാധാന ചർച്ച. ഇപ്പുറത്ത് ഹോർമുസിൻ്റെ കാര്യത്തിൽ ഇറാനും ഒമാനും അവസാനഘട്ട തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് യുദ്ധത്തിൻ്റെ യഥാർത്ഥ തന്ത്രപരമായ പ്രശ്നം. അമേരിക്ക പറയുന്നത് ഞങ്ങൾക്ക് നിയന്ത്രണമുണ്ട് എന്നാണ്, ഇറാൻ പറയുന്നത് നിയന്ത്രണം ഞങ്ങളുടേതാണ് എന്നാണ്. യാഥാർത്ഥ്യം അമേരിക്ക പറയുന്നത് പോലെയുമല്ല. അപ്പോൾ യഥാർത്ഥ നിയന്ത്രണം ആരുടേതാണ്? ട്രംപിൻ്റെ ഹോർമുസ് അമേരിക്കയുടേത് എന്ന പ്രഖ്യാപനത്തിൽ മറ്റൊരു ട്വിസ്റ്റ്. ഇത് ഇറാൻ വസ്തുതാപരമായി ഹോർമുസിൻ്റെ കാര്യം വിശദീകരിച്ചതോടെ US നേതൃത്വവും ട്രംപിൻ്റെ വാദം അതുപോലെ ഏറ്റുപിടിച്ചിട്ടില്ല. ട്രംപിൻ്റെ പ്രസംഗത്തിന് പിന്നാലെ അമേരിക്കൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തമാശയായാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വിശദീകരിച്ചുകൊണ്ട് റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്, US മാധ്യമങ്ങൾ തന്നെ. അതായത് ട്രംപ് പറഞ്ഞ തമാശയാണ്, കാര്യമാക്കണ്ട എന്ന്. എന്തായാലും അമേരിക്ക പരാജയം നേരിട്ട് പ്രഖ്യാപിച്ച് പിന്നോട്ട് സമ്പൂർണ്ണമായി മാറുന്നത് വരെ തങ്ങളുടെ സമ്മർദ്ദം തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കുന്ന സാഹചര്യമാണുള്ളത്. ചുരുക്കത്തിൽ അമ്പും തുമ്പും തിരിയാത്ത അവസ്ഥയിലാണ് ട്രംപും യുദ്ധ സംഘവും എന്നതാണ് സാരം. പടക്കപ്പൽ വിന്യാസം മുതൽ ഹോർമുസ് വരെ നീളുന്ന കുരുക്കഴിഞ്ഞ് ട്രംപ് എങ്ങനെ പുറത്തു കടക്കും എന്നറിയാൻ കാത്തിരിക്കണം. നന്ദി, നമസ്കാരം.